അപ്പം എത്ര പേരായിരിക്കും ഈ ഗാസയിൽ കുടുങ്ങിക്കിടക്കുന്നത്? അതായത് ദ ഗാർഡിയൻ ഇന്റർനാഷണൽ UK ന്യൂസ് പേപ്പറാണ്, ഗ്ലോബലി അക്ലെയിംഡ് ആണ്. അവർ ഗ്രൗണ്ടിൽ നിന്നും റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയ കാര്യങ്ങൾ. ആ പത്രം റിപ്പോർട്ട് ചെയ്യുന്ന ഏകദേശം 10,000 മുതൽ 15,000 ഡെഡ് ബോഡികൾ ഈ റബിൾസ് ഇല്ലേ, കാരണം ഈ കെട്ടിടങ്ങളിലെ അവശിഷ്ടങ്ങൾ, ഹൈറേസും മറ്റു ബിൽഡിങ്ങുകളൊക്കെ ബോംബ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിനടിയിൽ പെടാനുള്ള സാധ്യതയുണ്ട്. അതിനകത്ത് ഏറ്റവും ദുഃഖകരമായ റിപ്പോർട്ടുണ്ട്. ഈ സ്ട്രേ ഡോഗുകളുണ്ട്, എനിക്കറിയാം. അതിന് വേറെ ഭക്ഷണമൊന്നുമില്ല, അത് ഈ മനുഷ്യനെ തിന്നാൻ തുടങ്ങി. ഈ ക്രൂരതയാണ് ഇവിടെ ഉണ്ടായത്. ആലോചിച്ച് നോക്കുക. അപ്പം ഈ കേരളത്തിലെ മീഡിയ ഒക്കെ പറയുന്നത് ഹമാസ് ജയിച്ചു. അവിടെ ഒരാൾ പോയിട്ട് പല ആൾക്കാരും, കാരണം ഇത് ചെറിയ രീതിയിലൊന്നും ഈ റബിൾസ്, അതായത് ഈ ബിൽഡിങ്ങുകളൊക്കെ വലിയ മിഷനറിയും ഈ പറയുന്ന സാധനങ്ങളൊക്കെ കൊണ്ടുവന്നാൽ ഇത് പൊക്കിയെടുത്ത് മാറ്റാൻ പറ്റത്തുള്ളൂ. ഗാസയെ സംബന്ധിച്ചിട്ട് ഈ സാധനങ്ങളൊന്നും ഇല്ല. അപ്പൊ അതിനടിയിൽ ഇഷ്ടം പോലെ ആൾക്കാർ മരിച്ചു കിടപ്പുണ്ട് കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ. അതാണ് ഈ പറയുന്നത്. ഏകദേശം 10,000-25,000 പേരെ കാണാനില്ല. ഈ മരിച്ചു കിടക്കുന്നവരും കാണാൻ, ഇതിന്റെ എസ്റ്റിമേറ്റ് വേറെയാണ്. ഗാസ മിനിസ്ട്രി എന്ന് പറയുന്നത്, ഗാസ അവരുടെ ഹെൽത്ത് മിനിസ്ട്രി, എന്ത് ഹെൽത്ത്, ആകെ ഒരാശുപത്രി മാത്രമാണ് അവിടെ വർക്ക് ചെയ്യുന്നത്, നാസർ ഹോസ്പിറ്റൽ. അത് ഖാൻ യൂനിസിലാണ്. അവിടെ ഒന്ന് രണ്ട് ഇന്ത്യക്കാരും ചില മലയാളികളൊക്കെ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്, ഡോക്ടേഴ്സായിട്ടും മെഡിക്കൽ പ്രൊഫഷണലായിട്ടും. കാരണം അതൊരു ഇന്റർനാഷണൽ മോണിറ്ററി ബോഡിയാണ് റൺ ചെയ്യുന്നത്. ബാക്കി അവിടെ ഹോസ്പിറ്റൽസും പരിപാടിയൊന്നുമില്ല. അതായത് യുദ്ധത്തിൽ തകർന്ന് നാശമായ ഒരു സ്ട്രിപ്പ്. അതാണ് അതിൻ്റെ കാര്യമായിട്ട് പറയേണ്ടത്. കാരണം ഇത് മാത്രമേ ഉള്ളൂ, റബിൾസ് മാത്രമേ ഉള്ളൂ. ഇത്ര മില്യൺ ടണ്ണ് ഈ സാധനം ഇത് എവിടെ കൊണ്ടുപോയി കളയും? കൊണ്ടുപോയി കളഞ്ഞാൽ പോലും അത് എത്ര സമയമെടുക്കും? അത് മാറ്റാൻ തന്നെ എത്രയോ ബില്യൺ ഡോളറിന്റെ ചെലവുണ്ട്. അവിടെയാണ് റീകൺസ്ട്രക്ഷൻ. എന്തുകൊണ്ടാണ് ഈ ഹമാസ് രണ്ടും കൽപ്പിച്ച് സറണ്ടർ ചെയ്യേണ്ട കാര്യമുണ്ട്, അല്ലാതെ നമ്മൾ ഈ പറയുന്ന സംഭവമൊന്നുമല്ല. അവിടെ ജനങ്ങൾ പൂർണ്ണമായിട്ടും അതിനെ എതിർക്കാൻ തുടങ്ങി. കാരണം ഇത്രയും ദുരന്തവും ദുരിതവും അങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഇത്രയും പേരെ കാണാനില്ല, അവരുടെ ഫാമിലി മെമ്പേഴ്സ് അവർക്ക്. കാരണം ഒരു രക്ഷയുമില്ല. ഇവിടെ നിൽക്കും, കുറച്ച് അവിടെ നിന്ന് പറയാം, അവിടുന്ന് അങ്ങോട്ട് പോകാൻ പറയും, അവിടെ മുഴുവനും ബോംബിടും. പിന്നെ അവിടെ നിന്ന് പറയാം, അവിടെ നിന്ന് അങ്ങോട്ട് പോകാൻ പറയും, അവിടെ പിന്നെ ബോംബ് ചെയ്യും. അതായത് കംപ്ലീറ്റ് നാശമാക്കി കൊടുത്തു. അതായത് ഗാസ സ്ട്രിപ്പ് എന്ന് പറയുന്ന സാധനം ഇനി ഉണ്ടാക്കിയെടുക്കുന്ന കാര്യമൊക്കെ കഷ്ടമാണ്. ഈ റീകൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന എവിടെ വരെ നടക്കും? ഈ ഹമാസിന് എത്ര ശതമാനം വിശ്വസിക്കാൻ സാധിക്കും? കാരണം റാഡിക്കൽ ഇസ്ലാമിക് ഐഡിയോളജി പോകുന്നൊരു ഓർഗനൈസേഷനാണ്. അതിൻ്റെ അകത്ത് ജനാധിപത്യം ഒന്നുമില്ല. ഇതാണ് അതിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് ഏറ്റവും വലിയ സംഭവം എന്ന് പറയുന്നത്, ഇസ്രായേലി ഒപ്പോസിഷൻ ലീഡർ അവിടെ പാർലമെന്റിൽ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. അതായത് ജനാധിപത്യം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സെക്യുലറായിട്ടുള്ള ജനാധിപത്യം, അതിൻ്റെ അകത്ത് പല പ്രാക്ടീസും മറ്റുള്ള റിലീജിയസിന് അവർക്ക് ഇഷ്ടമുള്ള ചെയ്യുക, ആ ജനാധിപത്യം ഉണ്ടെങ്കിൽ, ആ പ്രോസസ്സ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു രാജ്യത്തിന് മുന്നോട്ട് പോകാൻ പറ്റൂ. ഈ പാലസ്തീൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നതും ഈ ഗാസയുടെ പ്രശ്നം, അവിടെ ഈ ജനാധിപത്യത്തിൽ മെഹബൂബ് അബ്ബാസ് എന്ന് പറയുന്ന 85 വയസ്സുള്ള ആൾ എന്നേ കയറി ഇയാൾ ഒഴിഞ്ഞു കൊടുക്കുന്നേയില്ല. അത് ഒഴിഞ്ഞു കൊടുക്കുന്നില്ല. ബാക്കിയെല്ലാം ഈ റിബലായിട്ടുള്ള റാഡിക്കൽ ഇസ്ലാമിക് ഓർഗനൈസേഷനാണ്. പുറത്തുനിന്ന് ഫണ്ട് വരും. പല ഇസ്ലാമിക രാജ്യങ്ങൾ, പ്രത്യേകിച്ച് ഇറാനാണ് ഏറ്റവും കൂടുതൽ സഹായിച്ചുകൊണ്ടിരുന്നത്. അവരുടെ കിട്ടുന്ന ഓയിൽ മണി മുഴുവനും ഇങ്ങോട്ട് പമ്പ് ചെയ്തുകൊണ്ടിരുന്നത്. മനസ്സിലാക്കേണ്ടത്, ഗാസ എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ദുരന്തമാണ് ഹിസ്റ്ററിയിൽ, ചരിത്രത്തിൽ. ആ രീതിയിലാണ് അത് ആക്കിയെടുത്തത്. അപ്പം അതിനെ ഏതെങ്കിലും രീതിയിൽ എങ്ങനെങ്കിലും ജനങ്ങൾ രക്ഷപ്പെടട്ടെ എന്നും പറഞ്ഞുകൊണ്ടാണ് ഈ ഹമാസ് സൈൻ ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ വേണമെങ്കിൽ പുറത്ത് പോകാം, ഞങ്ങൾക്ക് പവറിൻ്റെ ആവശ്യമില്ല, ഗിവപ്പ് എന്ന് പറഞ്ഞ രീതിയിൽ അവരവസാനം സറണ്ടർ ചെയ്തു എന്നാണ് ചില മീഡിയകളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. കാരണം അവർക്ക് അവിടെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അതായത് ഗാസ എന്ന് പറയുന്ന സാധനം കേരളത്തിലെ യൂട്യൂബേഴ്സും ചില സാറ്റലൈറ്റ് ചാനലൊക്കെ പറയുന്നതൊന്നും അല്ല സംഭവം, യാഥാർത്ഥ്യം.
ഈ പറയുന്ന ഇൻഡിപെൻഡൻറ്റ് ന്യൂസ് പേപ്പറുണ്ട് UK എന്നുള്ളത്, അതേപോലെ ടെലഗ്രാഫ് ഉണ്ട്, പല ഇൻ്റർനാഷണൽ മീഡിയകളും ചില മുസ്ലിമായിട്ട് ഹമാസുമായിട്ട് ഇതുള്ള മീഡിയ, അതേപോലെ അൽ ജസീറ പോലും റിപ്പോർട്ട് ചെയ്തു. അതിഭയങ്കരമാണ് സംഭവം ഉണ്ടായിരിക്കും. കാരണം ഇതെങ്ങനെ ഇതിനെ ഓവർകം ചെയ്യും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. അതായത് വാറ് നടത്തി ജയിക്കുകയോ വാറ് നടത്തി തോക്കുക എന്നുള്ളതല്ല ഇവിടുത്തെ പ്രധാനപ്പെട്ട പാർട്ട്. ഇത്രയും ആൾക്കാരാണ് കൊല്ലപ്പെട്ടത്. ഇപ്പം എല്ലാം കൂടെ കണക്കെടുക്കുമ്പം 1,00,000 മുകളിലൊക്കെ പോവുകയാണ് ആൾക്കാർ കൊല്ലപ്പെട്ടത്. അവിടെ 1200 പേരെ കൊല്ലാൻ ശ്രമിച്ചു. പല ആൾക്കാരെയും ഹോസ്റ്റേജസ് ആയിട്ട് കൊണ്ടുപോയി. അതാണ് വലിയ സംഭവം എന്നുണ്ടായി കഴിഞ്ഞപ്പോൾ പിന്നീടുണ്ടായ സംഭവം മനസ്സിലാക്കണം. കഴിഞ്ഞ 2 വർഷം എന്ത് മാറ്റമാണ് ഉണ്ടായത്. അതായത് അറബിക് ഇസ്ലാമിക് എന്ന രാജ്യങ്ങൾ, ആ രാജ്യങ്ങളുടെ ഒരു ഐഡൻറ്റിറ്റിയാണ് സിറിയ, ലെബനൻ, ഇറാൻ, ഈ രാജ്യങ്ങളുടെ ഐഡൻറ്റിറ്റി പോലും ഹമാസിനെ സപ്പോർട്ട് ചെയ്തതിൻ്റെ പേരിൽ അവർക്കും ഇല്ലാതായി. ഇതാണ് അതിൻ്റെ അകത്ത് ഏറ്റവും വലിയ സംഭവം എന്ന് പറയുന്നത്. പഴയ ടെററിസ്റ്റ് വീണ്ടും ട്രാൻസ്ഫോം ചെയ്തിട്ട് തിരിച്ചു വന്ന് സിറിയയിൽ പ്രസിഡൻ്റായി സഹറ. പിന്നെ എങ്ങനെ ലെബനിലുണ്ട്, അവിടെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഹിസ്ബുള്ള, അവരുടെ കയ്യിലായിരുന്നു അവിടുത്തെ ഭരണം മുഴുവൻ, അവരില്ലാതായി. അപ്പം ആർക്കാണ് ലൂസർ എന്ന് പറയുന്നത്? നിങ്ങൾ കണക്കുകൾ വെച്ച് പറയാം എവിടെയാണ് ലൂസർ. ഹമാസിന് ഇത്രയും പേരെ നഷ്ടമായി, ഇത്രയും പേര് പാലസ്തീൻകാർ അവിടെ കൊല്ലപ്പെട്ടു ഗാസയിൽ. അതേപോലെ തന്നെ വെസ്റ്റ് ബാങ്കിൽ ഇത്ര പേര് കൊല്ലപ്പെട്ടു. വെസ്റ്റ് ബാങ്കിൽ കൊല്ലപ്പെട്ട ഏകദേശം 2000-3000 മുകളിൽ വരികയാണ്. അതേ പെട്ടെന്ന് എടുത്ത് ചാടി ഉണ്ടാക്കിയ പ്രശ്നമാണ് ഈ ഗുരുതരമായ രീതിയിൽ ഈ പറയുന്ന വെസ്റ്റ് ഏഷ്യ, മിഡിൽ ഈസ്റ്റ് ഏഷ്യൻ്റെ റാഡിക്കൽ ആ ഗ്രൂപ്പിന് കിട്ടിയ ഏറ്റവും വലിയ അടിയാണിത്. ഒരു പ്രൊഫഷണൽ രാജ്യത്തോട് കയറി അടിച്ചു കഴിഞ്ഞാൽ അവരവരുടെ ഡിപ്ലോമസിയും കാര്യങ്ങളെല്ലാം പല രീതിയിലാക്കി. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ട് ഏതൊക്കെ അൽ ജസീറയാണെങ്കിലും പല അറബ് മീഡിയയാണെങ്കിലും ഗ്ലോബൽ മീഡിയയും ഇതിനെ ജനസൈഡ് എന്ന് പറഞ്ഞ് കാണിച്ചു. പക്ഷേ അവസാനത്തെ ദിവസം ഒരു ജനസൈഡ് ഒരു ബന്ധവും ഇല്ല. ഇന്റർനാഷണൽ കോടതി ഈ പറയുന്ന ബെഞ്ചമിൻ നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. എവിടെങ്കിലും പോയി കഴിഞ്ഞാൽ ആ രാജ്യം അതിൻ്റെ രാജ്യങ്ങളെല്ലാം ഇവിടെ പങ്കെടുത്തു. അതാണ് ഞാൻ ഈ പറയുന്നത്. ഇവരെല്ലാം ഇതിനെ അഡ്മിറ്റ് ചെയ്ത് ഇസ്രായേലിനെ പിന്താങ്ങും. അതാണ് അബ്രഹാം അക്കോർഡ് നിലവിൽ വരാൻ പോവുകയാണ്. അതാണ് ഹമാസ് കാണിച്ചു കൊടുത്തത്. അതാണ് ഹമാസ് കാണിച്ച ഏറ്റവും വലിയ ബ്ലണ്ടർ എന്ന് പറയുന്നത്. ഇതാണ് എപ്പോഴും റാഡിക്കൽ ഇസ്ലാമിനും, അതായത് ഇസ്ലാമിക തീവ്രവാദികൾക്ക് ലോകത്തെല്ലാം അടി കിട്ടിയേക്കുന്നത്. അതായത് 9/11 ശേഷം ഗ്ലോബലായിട്ട്, അതായത് ISIS ആണെങ്കിലും അൽ-ഖയ്ദ ആണെങ്കിലും ഒക്കെ എടുത്ത് നോക്കുക, ഗ്ലോബലായിട്ട് മുസ്ലിം പേരുള്ളവർ മുഴുവനും ടെററിസ്റ്റായിട്ട് മാറി. അതാണ് അടിയെന്ന് പറയുന്നത്. ഗ്ലോബലായിട്ട് ഇതിൻ്റെ മറ്റൊരു വിഭാഗമായിട്ട് ഇതും മാറി. ഇതിനെ സപ്പോർട്ട് ചെയ്ത് മറ്റു പല ഭാഗത്തും, ജർമ്മനിയിലാണെങ്കിലും ഫ്രാൻസിലാണെങ്കിലും യൂറോപ്പിലൊക്കെ പ്രശ്നമുണ്ടായി. പലയിടത്തും പല പള്ളികളിലും, ക്രിസ്ത്യൻ പള്ളികളിലും പല പൊതുസ്ഥലങ്ങളിലും. ഇതിനകത്ത് എന്ത് റിസൾട്ടാണ് കിട്ടിയത്? ഗ്ലോബലായിട്ട് മുസ്ലിം പേരുള്ളവർ പല രാജ്യങ്ങളും കയറ്റാതായി. ഇതല്ലേ അൾട്ടിമേറ്റായി കിട്ടിയ സംഭവം. ഈ പറയുന്ന ഇസ്ലാമിക രാജ്യങ്ങൾ ഇതിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നില്ല. വെൽത്തിയസ്റ്റ്, അതായത് പണമുള്ളവർ, അവരൊന്നും ഇതിനെ ചെയ്യുന്നില്ല. കാരണം ആ രാജ്യങ്ങളും ഇതിനകത്ത് ഹാൻഡിക്യാപ്ഡാണ്. അതാണ് ഞാൻ ഈ പറഞ്ഞു വരുന്ന സംഭവം എന്ന് പറയുന്നത്. അതായത് ഈ 10,000-15,000 പേരുടെ ബോഡികളാണ് ഈ ഗാസയിലെ റബിൾസിൽ കിടക്കുന്നത്. അതായത് ഈ അവശിഷ്ടങ്ങളുടെ ഇടയിൽ കിടക്കുന്നത്. അതുകൊണ്ടാണ് നായ്ക്കൾ വന്ന ആഹാരം, കാരണം വേറെ സംഭവമൊന്നുമില്ല, ആൾക്കാരങ്ങ് പോയില്ല. പിന്നെ നായ്ക്കൾ ഇവിടുന്ന ആഹാരം ഇവിടുന്ന. ഇതിനൊക്കെയാണ് ഉത്തരം കൊടുക്കേണ്ടത്. ഇതിനൊക്കെ ചരിത്രപരമായിട്ട് ബ്ലണ്ടറും മണ്ടത്തരവും കാണിക്കുന്നു. അതിന് ഏറ്റവും കൂടുതൽ നാണക്കേടെന്ന് പറയുന്ന കേരളത്തിലെ പല സാറ്റലൈറ്റ് മീഡിയയും യൂട്യൂബ് മീഡിയയും ചില സോഷ്യൽ മീഡിയ ഹാൻഡിലേഴ്സ് ഇതിനെ സപ്പോർട്ട് ചെയ്യുമ്പോഴേ നിങ്ങളെന്ത് നേടി? കുറച്ച് തീവ്രവാദം പറയാനുണ്ടായി, അൾട്ടിമേറ്റ്ലി ഒന്നും നേടി. ഇത്രയും ആൾക്കാർ കൊല്ലപ്പെട്ടു. ഇത് ഗാസയ്ക്ക് വല്ല തീരുമാനമൊന്നും ഉണ്ടായില്ല. പാലസ്തീന് വല്ല അതിനും തീരുമാനം ഉണ്ടായില്ല. ഈ പറയുന്ന റീകൺസ്ട്രക്ഷനും ഈ പാലസ്തീൻ കാര്യമൊന്നും, ഈ സംഭവം ഞാൻ ആദ്യം മുതലേ പറയുന്ന അമേരിക്ക അഗ്രി ചെയ്യത്തില്ല. ഈ രാജ്യങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട രീതിയിൽ അഗ്രി ചെയ്തു എന്നും പറഞ്ഞ് ഫർദറായിട്ടൊന്നും അഗ്രി ചെയ്യാൻ പോകുന്നില്ല. ഇതാണ് ഫർദർ ഉണ്ടാകുന്നത്. ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. അല്ലാതെ ഈ പറയുന്ന തിളച്ചുകൊണ്ടും വിപ്ലവമൊന്നും നടക്കത്തൊന്നുമില്ല.
ചിലർ അമേരിക്കയുടെയും ചില രാജ്യങ്ങളിലെ താല്പര്യങ്ങളുണ്ട്, അവരത് സംരക്ഷിക്കും. അതിനനുകൂലമായിട്ടുള്ള മറ്റു രാജ്യങ്ങളെ അവരുടെ കൂടെ കൂട്ടും. അതുകൊണ്ടാണ് ഉർദുഗാൻ ചുമ്മാ വിടുവാതരം പറയുന്നതേ ഉള്ളൂ. അയാൾക്ക് അനങ്ങാൻ കഴിയത്തില്ല. അയാൾ എവിടെയെങ്കിലും എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പൊട്ടലും ചീറ്റലും ഉണ്ടാകാൻ പോകുന്ന ടർക്കിയിലാണ്. ഇതാണ് ഗ്ലോബൽ ജിയോ പൊളിറ്റിക്സിനകത്ത് അമേരിക്കയുടെ പ്രാധാന്യം. അവരാണ് തീരുമാനിക്കുക, അവരത് നടപ്പിലാക്കും, അവർ ഫോളോ ചെയ്യുന്നതിന് അവർ കൂടെ കൊണ്ടുപോകും, ബാക്കിയുള്ളവരെ അവർ ഒഴിവാക്കും. ഇതാണ് ഇതിനകത്തെ പാഠമെന്ന് പറയുന്നത്. മറ്റുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് തിയറിയായിട്ട് പഠിക്കാം, പക്ഷെ ഗ്രൗണ്ട് റിയാലിറ്റിയിൽ ഇതൊന്നും നടക്കത്തില്ല. ഇവർ പറയുന്ന കാര്യങ്ങൾ മാത്രമേ ഇന്ന് വരെ നടക്കത്തുള്ളൂ. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് അതേ ഫർദറും നടക്കുകയുള്ളൂ. അതാണ്, അവരാണ് തീരുമാനിക്കും, അവർ നടപ്പിലാക്കും, മറ്റു രാജ്യങ്ങളെ അതിൻ്റെ കൂടെ കൊണ്ടുപോകും. അതാണ് ഈജിപ്തിൽ നടക്കുന്നത്.